നമസ്കാരം. തിട്ടെ വസിഷ്ഠേശ്വര ക്ഷേത്രവും ആലങ്കുടിയും പോലെ പ്രശസ്തമായ ഗുരുസ്ഥലവും ഭൂലോക കൈലാസം എന്നറിയപ്പെടുന്നതും കരിങ്കുരുവി ശിവഭഗവാനെ പൂജിച്ചതുമായ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിகு തിരുവല്ലീശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുവള്ളൂർ ജില്ലയിൽ ചെന്നൈക്കടുത്ത് പാടി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീപരമേശ്വരൻ, തിരുവല്ലീശ്വരർ, വലിതായനാഥർ എന്നീ നാമങ്ങളിലും ദേവി ശ്രീപാർവതി, ജഗദാംബികെ എന്നിങ്ങനെയും അനുഗ്രഹം ചൊരിയുന്നു. പ്രധാനമായും ഗുരുപരിഹാര സ്ഥലമായ ഒരു പുരാതന ക്ഷേത്രമാണിത്. തമിഴ്നാട്ടിലെ തീവ്ര ശിവഭക്തരായിരുന്ന 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 പ്രശസ്ത ശിവക്ഷേത്രങ്ങളിൽ 254-ാമത്തേതും തൊണ്ടേനാട്ടു ശിവസ്ഥലങ്ങൾ 32-ൽ 21-ാമത്തേതുമാണ് ഈ ക്ഷേത്രം. 63 നായന്മാരിലൊരാളായ തിരുജ്ഞാന സംബന്ധരും രാമലിംഗസ്വാമികളും ഈ ക്ഷേത്രത്തിൽ പതികം പാടിയിട്ടുണ്ട്. തീവ്ര മുരുകഭക്തനായിരുന്ന അരുണഗിരിനാഥർ ഇവിടുത്തെ മുരുകനെപ്പറ്റി തിരുപ്പുകഴിൽ പാടിയിരിക്കുന്നു. തിരുമയിലെ, തിരുവാൺമിയൂർ, തിരുവേർക്കാട്, തിരുവിർക്കോലം, തിരുവാലങ്കാട്, തിരുവെൺപാക്കം, തിരുപ്പാച്ചൂർ, തിരുമുല്ലവായിൽ, തിരുവെട്രിയൂർ എന്നിങ്ങനെയുള്ള 11 പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ ഒരു പൂമാല പോലെ കോർക്കുകയാണെങ്കിൽ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്നതാണ് തിരുവലിതായം തിരുവല്ലീശ്വരർ കോവിൽ. ആദ്യകാലത്ത് ഈ പ്രദേശം തിരുവലിതായം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണത് പാടി എന്നായി മാറിയത്. രാജാക്കന്മാർ മറ്റൊരു നാട്ടിൽ യുദ്ധത്തിന് പോകുമ്പോൾ സ്വന്തം പടയാളികൾക്ക് താമസ സൗകര്യത്തിനായി ഏർപ്പെടുത്തി കൊടുക്കുന്ന സ്ഥലമാണ് പാടി വീട്. അത്തരത്തിലായിരിക്കാം ഈ പ്രദേശത്തിന് ഇങ്ങനെ നാമം വന്നത്. ഇത് ശരിവയ്ക്കുന്ന തരത്തിൽ രാജാക്കന്മാർ പോരിന് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിരുന്ന പടവീട്ടമ്മൻ ക്ഷേത്രവും കോവിലിന് എതിരിൽ കാണാം. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. ഭരദ്വാജ മഹർഷി ഒരു ശാപത്തിനാൽ വലിയൻ, അതായത് കരിങ്കുരുവിയായി പിറന്നു. കുരുവി ഭഗവാനെ അന്വേഷിച്ച് പലയിടങ്ങളിൽ അലഞ്ഞു. ഒടുവിൽ ഒരു കൊന്നമരത്തിനടിയിൽ ഒരു ശിവലിംഗം കണ്ട് ഇവിടെ ഒരു തീർത്ഥമുണ്ടാക്കി അതിൽ നീരാടി മനസ്സുരുകി ഭഗവാനെ പൂജിച്ചു. ഭഗവാൻ മനസ്സലിഞ്ഞ് കുരുവിക്ക് ദർശനം കൊടുത്ത് ശാപം മാറ്റി, പറവകളുടെ തലവനാക്കി. അതിനാൽ ഈ പ്രദേശം തിരുവലിതായം എന്നും ഭഗവാൻ വലിതായനാഥർ എന്നും അറിയപ്പെട്ടു. ക്ഷേത്രത്തിൽ ഭരദ്വാജ മഹർഷി പൂജിച്ച ശിവലിംഗമുണ്ട്. ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് പ്രാവുകൾക്ക് തീറ്റ നൽകുന്ന പഴക്കം ഭക്തരും ക്ഷേത്ര അധികാരികളും കിടപിടിക്കുന്നുണ്ട്. അപ്സരസ് മേനകയുടെ ശാപമേറ്റ ബൃഹസ്പതി, അതായത് ഗുരു ഭഗവാൻ, മാർക്കണ്ഡേയ മഹർഷിയുടെ ഉപദേശപ്രകാരം ഇവിടെ എത്തി ശിവഭഗവാനെ പൂജിച്ച് ശാപം മാറ്റി. ക്ഷേത്രത്തിൽ ഗുരുഭഗവാന് പ്രത്യേകം സന്നിധിയുണ്ട്. തമിഴ്നാട്ടിലുള്ള ഗുരുപരിഹാര സ്ഥലങ്ങളിൽ ഇതും ഒന്ന്. ഭക്തർ വ്യാഴാഴ്ചകളിൽ ഗുരുഭഗവാന് മഞ്ഞവസ്ത്രം സമർപ്പിച്ച് മുല്ലപ്പൂമാല ചാർത്തി മഞ്ഞ നിറത്തിലുള്ള മധുരപലഹാരങ്ങൾ നിവേദിക്കുകയും നെയ്ദീപം തെളിയിച്ച് 11 വാരം പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഗുരുവിനാൽ ഏർപ്പെടുന്ന ദോഷങ്ങളെല്ലാം മാറുമെന്നാണ് വിശ്വാസം. ഗുരുമാറ്റം നടക്കുന്ന ദിവസം അനേകം ഭക്തർ ഇവിടം സന്ദർശിച്ചു പ്രാർത്ഥിക്കുന്നു. ബ്രഹ്മദേവന്റെ പുത്രിമാരായ വല്ലി, കമലി എന്നിവർ ശിവഭഗവാന്റെ നേതൃത്വത്തിൽ വിനായകരെ വിവാഹം ചെയ്തത് ഇവിടെയാണ് എന്നും ഐതിഹ്യമുണ്ട്. ക്ഷേത്രത്തിലെ ഉത്സവമൂർത്തികളിൽ വല്ലി, കമലി ഭാര്യമാരോടൊപ്പമുള്ള വിനായക ശിലയുമുണ്ട്. അതല്ലാതെ ശ്രീരാമൻ, യമൻ, ലവൻ, കുശൻ, മന്മഥൻ, ഇന്ദ്രൻ, മഹാവിഷ്ണു, ആഞ്ജനേയർ, സൂര്യൻ, ചന്ദ്രൻ എന്നിങ്ങനെ പല ദിവ്യന്മാരും ഇവിടെ മൂലവരെ പൂജിച്ചതായും ഐതിഹ്യമുണ്ട്. ഏകദേശം 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും 3 നില രാജഗോപുരത്തോടെയും 2 പ്രകാരങ്ങളോടെയും പല മണ്ഡപങ്ങളോടും നന്ദവനവും ഗോശാലയോടെയും കാണപ്പെടുന്ന തിരുവലിതായം തിരുവല്ലീശ്വരർ കോവിൽ ചോഴ രാജാക്കന്മാർ പുനർനിർമ്മാണം ചെയ്തതായിരിക്കാമെന്നാണ് അനുമാനം. ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച ശിലാഫലകങ്ങളിൽ തിരുവലിതായമുടയാർ എന്നാണ് ശിവഭഗവാനെ പറ്റി കുറിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിനടുത്തായി സന്നിധി വിനായകർ കോവിൽ. ക്ഷേത്രഗോപുരം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ വലിയൊരു മണ്ഡപം. ബലിപീഠവും ധ്വജസ്തംഭവും നന്ദിഭഗവാനെയും കടന്നു ചെന്നാൽ ഗജപൃഷ്ഠ വിമാനത്തിനു കീഴെ ശിവഭഗവാൻ തിരുവല്ലീശ്വരർ, തിരുവലിതായനാഥർ എന്നീ നാമങ്ങളിൽ സ്വയംഭൂ ശിവലിംഗ തിരുമേനിയായി കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. ഭഗവാന് വസ്ത്രം ചാർത്തി പ്രാർത്ഥിച്ചാൽ വിവാഹ തടസ്സം, സന്താന തടസ്സം എന്നിവയെല്ലാം നീങ്ങുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ പലയിടത്തുമായി ദേവാരംപാടലുകൾ എഴുതിവെച്ചിട്ടുണ്ട്. ദേവി ശ്രീപാർവതി, ജഗദാംബികെ എന്ന നാമത്തിൽ 4 കരങ്ങളോടെ പുഞ്ചിരിച്ചുകൊണ്ട് തനി സന്നിധിയിൽ തെക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠകളെ കൂടാതെ ദക്ഷിണാമൂർത്തി, ഗുരുഭഗവാൻ, വിനായകർ, വള്ളിദേവിയാനി സമേത മുരുകൻ, നവഗ്രഹങ്ങൾ, 63 നായന്മാർ, ബ്രഹ്മാവ്, മഹാവിഷ്ണു, ദുർഗ, മീനാക്ഷി സുന്ദരേശ്വരർ, ഭരദ്വാജ മഹർഷി പൂജിച്ച ശിവലിംഗം എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം കൊന്ന പാതിരിമരം. ക്ഷേത്രതീർത്ഥം ഭരദ്വാജ തീർത്ഥം. ഈ തീർത്ഥത്തിൽ നീരാടി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. ആഗമവിധി പ്രകാരമുള്ള 4 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പൊതുവെ പൗർണമിക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രമായതിനാൽ പൗർണമി ചിത്തിര ബ്രഹ്മോത്സവം, പൗർണമി അന്നാഭിഷേകം, മാസാമാസമുള്ള പൗർണമികൾ എന്നിവ കൂടാതെ ഗുരുമാറ്റം, ശിവരാത്രി, വ്യാഴാഴ്ചകൾ എന്നിവയെല്ലാം ക്ഷേത്രത്തിൽ വിശേഷമായി കൊണ്ടാടുന്നു. പൂജാ സമയം രാവിലെ 6:30 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4:30 മണി മുതൽ രാത്രി 8:30 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കോയമ്പേട് നിന്ന് 6 കിലോമീറ്റർ,
അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കൊരട്ടൂർ, ചെന്നൈ സെൻട്രൽ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.